ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ചും കുമ്പളങ്ങയാണ്. സാധാരണ കുമ്പളങ്ങയ്ക്ക് പകരം നമ്മൾ മുരിങ്ങയ്ക്കയും മാങ്ങയാണ് ചേർക്കുന്നത്. കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കയും ഉള്ള കറിയാണ്. അതേ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഗ്യാസ് ഓണാക്കി ചട്ടി ഒഴിച്ചു, ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. നമ്മൾ കരുതി വെച്ചിരിക്കുന്ന 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, കറിവേപ്പില, ഒരല്പം കുമ്പളങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, 2-3 ചെറിയ പുളി, കുടംപുളിയാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് മാറ്റി വയ്ക്കുക. പിന്നെ ചട്ടിയിലേക്ക് നമ്മൾ സവാളയും കുമ്പളങ്ങയും ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുമ്പളങ്ങയിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയുടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം അതിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, സോക്ക് ചെയ്ത പുളിവെള്ളവും ചേർത്ത് നന്നായി ഇളക്കി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ 1/2 മുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 പച്ചമുളക് എരിവിനായിട്ട്, അല്പം ജീരകം, 2-3 ചെറിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്, അതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പേസ്റ്റ് രൂപത്തിലുള്ള ചേരുവയോട് ചേർത്ത് കൊടുത്ത് ഇളക്കി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ചും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വെച്ച് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് നമ്മൾ അല്പം ഉലുവപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൻ വെച്ചു, പാനിൽ എണ്ണ ഒഴിച്ചു, അത് ചൂടായപ്പം കടുകിട്ടു, ഉള്ളിയിട്ടു, കറിവേപ്പിലയിട്ടു, വറ്റൽമുളക് കൂടെ ഇട്ട് കഴിഞ്ഞ് ഗോൾഡൻ പരുവാകുമ്പോഴത്തേന് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം കൊഞ്ചും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട്.